സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വാട്സാപ്പ് കൂട്ടായ്മയെ എൻ്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. പ്രേക്ഷകർക്കറിയാം, കന്യാകുമാരി ജില്ലയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോകൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നതും കൂടുതൽ ചെയ്യാറും. എങ്കിൽ പോലും വയനാട്ടിലെ ശ്രീ വെള്ളൻ വൈദ്യരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോയും ചെയ്യുകയുണ്ടായി. ഇപ്പോൾ നല്ല കാര്യങ്ങൾ മറ്റ് പ്രദേശങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാലും തീർച്ചയായിട്ടും അവ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വാട്സാപ്പ് കൂട്ടായ്മ സ്നേഹതീരം കൂട്ടായ്മയാണ്. ശ്രീ പ്രമോദ്, ശ്രീ രതീഷ് നയനാപുരത്തിൽ, ശ്രീ വിൻസെന്റ് തുടങ്ങിയവരാണ് ഈ ഗ്രൂപ്പിന്റെ മുഖ്യ ചുമതലക്കാർ. ഇപ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു പഴമൊഴി നാം ഒക്കെ കേട്ട് വളർന്നതാണ്. ഇവിടെ പറയാൻ കാരണം, ഈ കൂട്ടായ്മയെക്കുറിച്ച് വളരെ മുമ്പ് തന്നെ നിങ്ങളോട് സംസാരിക്കേണ്ടതായിരുന്നു, പരിചയപ്പെടുത്തേണ്ടതായിരുന്നു. വൈകിപ്പോയില്ലേ ഇത്തിരി എന്ന് എൻ്റെ മനസ്സ് എന്നെ പറയുന്നു. കാരണം അത്ര മികച്ച പ്രവർത്തനമാണ് ഈ കൂട്ടായ്മ കാഴ്ചവെക്കുന്നത്. ധാരാളം വാട്സാപ്പ് കൂട്ടായ്മകള് നിങ്ങളും ഞാനും കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ അതിൽ പങ്കാളികളുമാണ്. ഇപ്പോൾ വിനോദത്തിനു വേണ്ടി അല്ലെങ്കിൽ മറ്റ് വാർത്തകൾ കൈമാറാൻ മാത്രമുള്ള ധാരാളം കൂട്ടായ്മകളുണ്ട്. സ്നേഹതീരം കൂട്ടായ്മയെക്കുറിച്ച് പറയുമ്പോൾ ഇത് സേവനമാണ്, ഇത് മുഖമുദ്രയായി ഏറ്റെടുത്തിട്ടുള്ളത്. യാതൊരു പ്രതിഫലമോ മറ്റ് പ്രശംസയോ പ്രതീക്ഷിക്കാതുള്ള ഒരു സേവനം. കൊറോണ സമയത്താണ് ഈ ഒരു കൂട്ടായ്മ സ്ഥാപിതം ആവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വർഷം തോറുമുള്ള മെഡിക്കൽ ക്യാമ്പ്, പിന്നെ അശരണർക്ക്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കുള്ള സാമ്പത്തിക സഹായം, ഇപ്പോ രക്തം ആവശ്യപ്പെടുന്ന രോഗികൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൽ, ഇങ്ങനെ പല പല മനുഷ്യനന്മയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പല പ്രവൃത്തികളും ഈ ഗ്രൂപ്പ് ഏറ്റെടുത്ത് ചെയ്യുന്നു. പിന്നെ വീടില്ലാത്ത വ്യക്തികൾക്ക് പാർപ്പിടം നിർമ്മിച്ചു കൊടുക്കുക മുമ്പ് ഈ ഗ്രൂപ്പ് ഏർപ്പെട്ടിട്ടുള്ളൊരു സത്പ്രവൃത്തിയാണ്. കൂടാതെ മറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധിച്ചുള്ള വാർത്തകളുടെ കൈമാറ്റം, ഇതെല്ലാം ഈ ഗ്രൂപ്പിൽ നടക്കുകയാണ്. അപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന് എങ്ങനെയാവണം എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ്, മാതൃകയാണ് സ്നേഹതീരം കൂട്ടായ്മ എന്ന ഈ ഗ്രൂപ്പ്. ഇതിന്റെ പ്രവർത്തകർക്ക് എല്ലാ ആശംസകളും ഒരു എളിയ അഭ്യുദയകാംക്ഷി എന്ന നിലയിൽ ഞാൻ നേർന്നുകൊള്ളുന്നു. എനിക്കൊരു അഭ്യർത്ഥന, പ്രേക്ഷകർ ഈ ഗ്രൂപ്പിനെ കുറിച്ച് മനസ്സിലാക്കുക, പരിചയപ്പെടുക എന്നൊരു താല്പര്യം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം സുഹൃത്തുക്കളെ.